എഴുത്തുകാരിയായ KR മീര തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നിലമ്പൂർ ബൈ ഇലക്ഷനിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ആ കുറിപ്പ്. ചെറിയൊരു കുറിപ്പാണ്. ആ കുറിപ്പിൽ KR മീര പറയുന്നത് ഇങ്ങനെയാണ്: അവഹേളനവും സ്വഭാവഹത്യയുമാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് വിശ്വസിച്ച് FBയിലും ചാനലുകളിലും മംഗലശ്ശേരി നീലകണ്ഠന്മാരും അയ്യപ്പൻ കോശിമാരുമായ ആറാടുന്നവരോട് ജനാധിപത്യ മര്യാദയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രചാരണം തുടങ്ങിയതിന് സ്വരാജിന് നന്ദി. മികച്ച എതിരാളിയെ ചോദിച്ചു വാങ്ങിയ കോൺഗ്രസിന് പ്രത്യേക അഭിനന്ദനമെന്നാണ് KR മീര തൻ്റെ കുറിപ്പിലൂടെ, ആ ചെറിയ കുറിപ്പിലൂടെ പറഞ്ഞിട്ടുള്ളത്. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് KR മീര ഇക്കാര്യം പറയുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ആരിടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം UDF പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസിൻ്റെ സൈബറിൽ വലിയ തുള്ളലായിരുന്നു. തുള്ളൽ തന്നെ എടുത്തു തന്നെ പറയാം. LDF എന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ LDF എപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, നിലമ്പൂർ കവല ഇറങ്ങി നടക്കുന്ന എല്ലാവരും LDF പിടിച്ചുകൊണ്ട് പോവുകയാണെന്നുള്ള സ്ഥിരം തുള്ളലുകൾ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുണ്ടായിരുന്നു. നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും നിലവിലത്തെ പാലക്കാട് MLAയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടമാണ്. ആ തുള്ളലിൻ്റെ കൂട്ടത്തിൽ സ്വരാജിനെ വെല്ലുവിളിച്ചുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ സ്വരാജിനെ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞൊരു വെല്ലുവിളി കൊണ്ട് ചേർത്ത് രാഹുൽ മാങ്കൂട്ടം 2 ദിവസം മുൻപേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞു മാങ്കൂട്ടത്തിൻ്റെ ആഗ്രഹം ഇപ്പോൾ സഫലമായിരിക്കുകയാണ്. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ഈ അംഗം വെട്ടുന്ന പോലെ പരസ്പരം വെല്ലുവിളിച്ച് മത്സരങ്ങളൊന്നുമില്ല. അത് ജനാധിപത്യ വിരുദ്ധമാണ്. പക്ഷേ അതിനെ ഒരു അംഗം വെട്ടൽ എന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി സംസ്ഥാന ചില മാധ്യമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ വെല്ലുവിളിക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെല്ലുവിളിക്ക് ഇപ്പോൾ ആൻസർ വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല സ്വരാജ് മത്സരിക്കുമെന്ന്. അത്ര മികച്ച തീരുമാനമായിരുന്നു CPM എടുത്തത്. 2021 LDFിൻ്റെ 2ാം സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള ബൈ ഇലക്ഷനിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ LDF എപ്പോഴും ഒരു എക്സ്പെരിമെൻ്റ്, ഒരു പരീക്ഷണത്തിനാണ് മുതിരാറുള്ളത്. പരീക്ഷണമില്ലാതെ LDF വ്യക്തമായി നേരിട്ടത് 2 ബൈ ഇലക്ഷനിൽ മാത്രമാണ് ഈ കഴിഞ്ഞ നിലമ്പൂരിന് മുൻപ് വരെ. ഒന്ന് പുതുപ്പള്ളിയും മറ്റേത് ചേലക്കരയുമായിരുന്നു. ബാക്കിയുള്ള 2 ബൈ ഇലക്ഷനകത്തും പരീക്ഷണങ്ങളായിരുന്നു. പാലക്കാട് P സൈഡിൽ ഒരു പരീക്ഷണമായിരുന്നു, തൃക്കാക്കരയിൽ ജോസഫും ഒരു പരീക്ഷണമായിരുന്നു. പരീക്ഷണം ഒരു പരിധി വരെ വിജയിച്ചതുമില്ല. അത് ഇടത് സ്വതന്ത്രന്മാരായിരുന്നു. പുതുപ്പള്ളിയിലെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അത് ഉമ്മൻചാണ്ടി ഭരിച്ചതിന് ശേഷമുള്ള ഒരു സഹതാപ തരംഗത്തിലായിരുന്നു ഇലക്ഷൻ വന്ന്. ആ സഹതാപ തരംഗത്തിൽ ചാണ്ടി ഉമ്മൻ വിജയിക്കുകയും ചെയ്തു. ചേലക്കരയിൽ ഇടത് സ്ഥാനാർത്ഥി നല്ല വ്യക്തമായിട്ട് രാഷ്ട്രീയ പോരാട്ടമായിരുന്നു. ഇടത് സ്ഥാനാർത്ഥി വ്യക്തമായിട്ട് വിജയിക്കുകയും ചെയ്തു. അതുപോലത്തെ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. അന്ന് രാഷ്ട്രീയ പോരാട്ടത്തിനാണ് വ്യക്തമായിട്ട് സ്വരാജ് ഇപ്പോൾ നാന്ദി കുറിച്ചിട്ടുള്ളത്. ശ്രദ്ധേയമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ ഇടതുപക്ഷത്തിനെ ചിത്രത്തിലെ അടയാളപ്പെടുത്താൻ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നില്ല. ആരിടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥം വന്നു, അതിനെതിരായിട്ടുള്ള PV അൻവറിൻ്റെ പടപ്പുറപ്പാട്, ഈ രണ്ടുമായിട്ടായിരുന്നു സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ വാർത്ത തിരിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ സ്വരാജിൻ്റെ പേര് MV ഗോവിന്ദൻ മാഷ് അനൗൺസ് ചെയ്തതിന് പിന്നാലെ സോഷ്യൽ മീഡിയയും സംസ്ഥാനത്തെ മുഖ്യധാര വാർത്താ മീഡിയയിലും എല്ലാം സ്വരാജിനെ കുറിച്ച് പറയാനേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വേണ്ടി CPM മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് ഇവിടെ എഴുത്തുകാരിയായിട്ടുള്ള KR മീര വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ജനാധിപത്യപരമായിട്ടുള്ള മറുപടി പറയുന്ന വ്യക്തമായിട്ട് നിലപാടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് സ്വരാജ്. അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും ഇടതുപക്ഷത്തിനുണ്ടാവും. മാത്രമല്ല, ചോദിച്ചു വാങ്ങിയ എതിരാളി തന്നെ കോൺഗ്രസിന് കിട്ടിയെന്ന് ചെറിയൊരു പരിഹാസം മാങ്കൂട്ടത്തിൽ നോക്കി KR മീര പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ഒരു കാര്യം ഉറപ്പാണ്, 2 ദിവസം മുമ്പിലത്തെ അവസ്ഥയല്ല ഇപ്പോൾ നിലമ്പൂർ ബൈ ഇലക്ഷനെ കുറിച്ച്. 2 ദിവസം മുൻപ് വരെ UDFന്, ആരിടൻ ഷൗക്കത്തിന്, കോൺഗ്രസിന് ഈസി വാക്ക് ഓവർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിലമ്പൂർ ബൈ ഇലക്ഷൻ ഇപ്പോൾ ഒരു ശക്തമായ മത്സരമായി മാറിയിരിക്കുകയാണ്. ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് അവിടെ CPM നിർത്തിയിട്ടുള്ളത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ട പോലെ, സോഷ്യൽ മീഡിയ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ട പോലെ നിലമ്പൂരുകാർക്ക് വേണമെങ്കിൽ ഒരു കാര്യം തീരുമാനിക്കാം: 42 ഒരാളായിരിക്കാനുള്ള, 42 പേരിൽ ഒരാളായിരിക്കാനുള്ള ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമാണ് താല്പര്യപ്പെടുന്ന ഒരാളെ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ അടുത്ത സർക്കാരിൽ മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു നേതാവിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത് വ്യക്തമായിട്ട് സ്വരാജിനെ കുറിച്ചാണ്. സ്വരാജ് ജയിച്ചു കഴിഞ്ഞാൽ CPMൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും വ്യക്തമായ ശക്തനായ യുവനേതാവെന്ന രീതിയിൽ ഒരു മന്ത്രിസ്ഥാനം വേണമെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ആരുടെ ജയിച്ചു കഴിഞ്ഞാലോ 42-ൽ 1 മാത്രമേ അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ചോദ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട് നിലമ്പൂരിൽ. അപ്പോഴാണ് KR മീരയുടെ ഈ പോസ്റ്റ് വളരെ ചർച്ചയാവുന്നതും സുപ്രധാനമാകുന്നതും. എന്തൊക്കെയായാലും നിലമ്പൂരിലെ പോരാട്ടം ഇപ്പോൾ മറ്റൊരു പടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇടതുപക്ഷം രംഗത്തിറങ്ങിയിരിക്കുകയാണ്, കളത്തിലിറങ്ങി ഇപ്പോൾ ലീഡ് ചെയ്തിരിക്കുകയാണെന്ന് എടുത്തു തന്നെ പറയാം. നിലമ്പൂരിലെ രാഷ്ട്രീയ പോരാട്ടം വളരെ രസകരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. എന്തായാലും നിലമ്പൂരിലെ കഴിഞ്ഞ 2 ഇലക്ഷനിൽ വോട്ട് നില പരിശോധിക്കുമ്പോഴത്തേക്കും BJP എന്നൊരു കക്ഷി അവിടെ ഇല്ല.
8,500 വോട്ട് മാത്രമാണ് 2021 ബി ജെ പി നേടാനായത്. അതുകൊണ്ട് തന്നെ മത്സരം LDFും UDFും തമ്മിലാണ്. LDFിൻ്റെ സ്ഥാനാർത്ഥി വന്നു, UDFിൻ്റെ സ്ഥാനാർത്ഥി വന്നു. ഇനി ബാക്കി സ്ഥാനാർത്ഥികൾ വന്നോ വന്നില്ല എന്നുള്ളത് ഒരു ഫാക്ടറേ അല്ല. അതുകൊണ്ട് തന്നെ മത്സരം നിലമ്പൂരിൽ ആരംഭിച്ചു കഴിഞ്ഞു.